ചരിത്രത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിലാണ് ഇപ്പോൾ ബ്രിട്ടൻ എത്തി നിൽക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലെ ഒരു കുരിശ് യുദ്ധത്തിലേക്കാണോ ബ്രിട്ടീഷ് ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ബ്രിട്ടന്റെ വിവിധ നഗരങ്ങളിലെ തെരുവുകളിൽ പാറിപ്പറക്കുന്ന യൂണിയൻ ജാക്ക് പതാക, കുരിശടയാളം പതിപ്പിച്ചിട്ടുള്ള സെന്റ് ജോർജ് ഫ്ലാഗ്, ഇതൊക്കെ നൽകുന്ന സൂചനകൾ എന്തൊക്കെ? ഒടുവിൽ ബ്രിട്ടനിലെ വെള്ളക്കാർക്ക് സുബോധം വന്നു. ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അരുൺ ജോൺ, വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഈ ബ്രിട്ടനിലെ നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ഒരു കുരിശുയുദ്ധ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ബ്രിട്ടനെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അതായത് ബ്രിട്ടനിലെങ്ങും ഇപ്പോൾ കുരിശ് മയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ചൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പേരിൽ ഇസ്ലാമിസ്റ്റുകൾ ബ്രിട്ടനിലെ തെരുവുകളിൽ, UK തെരുവുകളിൽ നടത്തിയ ആഭാസത്തരം, അർമാദീര്, അതിരുവിട്ട പ്രതിഷേധ പ്രകടനങ്ങൾ, ഒരു മൃദു തീവ്രവാദത്തോടുള്ള ഒരു മൃദു മനോഭാവം, ഒരു ഹമാസ് പ്രേമം, പാലസ്തീൻ പ്രേമം, അതെല്ലാം ഈ ബ്രിട്ടനിലെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ദേശീയതയെ ഉണർത്തി എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെയാണ് ബ്രിട്ടനിലെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത്. ആ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, തങ്ങളുടെ സാമ്രാജ്യം ഈ അനധികൃതമായിട്ട് കുടിയേറി വന്ന അഭയാർത്ഥികളുടെ കൈകളിൽ നിന്നും തിരിച്ചു പിടിക്കുവാനുള്ള ഒരു അവസാനവട്ട പോരാട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിത് ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു പശ്ചാത്തലം മറ്റൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബ്രിട്ടനിലെ തെരുവുകൾ, പ്രത്യേകിച്ച് ബർമിംഗ്ഹാം, ഈസ്റ്റ് ലണ്ടൻ പോലുള്ള മേഖലകളിലെ തെരുവുകളിൽ ഈ യൂണിയൻ ജാക്ക്, അതിന്റെ പതാകകൾ, ഈ കുരിശ് ആലേഖനം ചെയ്തിട്ടുള്ള പതാക, നമുക്ക് സെന്റ് ജോർജ് ക്രോസ് ഒക്കെ എന്നൊക്കെ വിശേഷിപ്പിക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ബ്രിട്ടന്റെ ഒരു ദേശീയതയുടെ വലിയൊരു സിമ്പിൾ തന്നെയാണ്. അതെല്ലാം വീടുകളിൽ, തെരുവുകളിൽ, ഈ ട്രാഫിക് പോസ്റ്റുകളിൽ, ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെ പാറിപ്പറക്കുന്ന ഒരു കാഴ്ച. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം, നമ്മൾ പലതവണ നിലപാടെന്ന പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ അഭയാർത്ഥികൾ, അനധികൃതമായി കുടിയേറി വന്ന അഭയാർത്ഥികൾ ബ്രിട്ടനിലെ തെരുവുകളിൽ, UK തെരുവുകളിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ, തങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നു, തങ്ങളുടെ സാമൂഹികമായിട്ടുള്ള സാഹചര്യത്തെ മലീനസമാക്കുന്നു, ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശം, അതിൽ മനം മടുത്തിട്ടാണ് ഒരു തീവ്ര ദേശീയ നിലപാടിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സമീപനം, ഇത്തരത്തിലുള്ള നിലപാട് ബ്രിട്ടൻ സ്വീകരിക്കും. ഞാൻ രണ്ട് ഒരു സർവേ കണക്കുകൾ കൂടി പറഞ്ഞിട്ട് അത് പറയുമ്പോൾ കൃത്യമായിട്ട് ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ മൈഗ്രേഷൻ ഒബ്സർവേറ്ററി നടത്തിയ ഒരു സർവേയുടെ ഒരു റിസൾട്ട് ഞാൻ ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് 2006 വെറും 10% ബ്രിട്ടനിലെ കുടിയേറ്റ ന്യൂനപക്ഷങ്ങൾ 2050 ആകുന്നതോടെ 40% ആകുമെന്നൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അത് 2070 ആകുമ്പോൾ ബ്രിട്ടനിലെ വെള്ളക്കാരുടെ ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ 50% താഴെയാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ബ്രിട്ടനിലെ രാഷ്ട്രീയ മേഖലയിൽ സംഭവിക്കുന്ന അതിനിർണായകമായിട്ടുള്ള ചില ട്വിസ്റ്റാണ്. അതായത് റിഫോം UK എന്നൊക്കെ പറയുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ ജനപിന്തുണ അനുദിനം ഉയർന്നു വരുന്നു. അതായത് ഈ നൈജൽ ഫറാജിന്റെ ജനപിന്തുണ, ടോമി റോബിൻസനെ പോലുള്ള വ്യക്തികളുടെ ജനപിന്തുണ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ വന്ന ഒരു സർവേയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: നൈജൽ ഫറാജിന്റെ ജനപിന്തുണ 35%, കീർ സ്റ്റാർമറുടെ ജനപിന്തുണ 20% താഴ്ന്നിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ, സാമൂഹിക മേഖലയിൽ എല്ലാ തരത്തിലും വലിയൊരു മാറ്റത്തിലേക്ക് UK മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ UK തെരുവുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദേശീയതയുടെ ചിഹ്നങ്ങളായിട്ടുള്ള യൂണിയൻ ജാക്കിന്റെ പതാക, ഒപ്പം തന്നെ സെന്റ് ജോർജ് ക്രോസ്. അത് ഗതികെട്ട് ഒടുവിൽ തെരുവിലിറങ്ങേണ്ട ഒരു രീതിയിലേക്ക് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള വെള്ളക്കാർ നീങ്ങുന്നു. അപ്പോൾ ഞാൻ അരുണിലേക്ക് വരികയാണ്. എനിക്കൊന്ന് UK ആയിട്ട് ബന്ധപ്പെട്ട ഒരു 5-6 എപ്പിസോഡ് നിലപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. എനിക്കൊന്ന് UK ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി? അഭയാർത്ഥികളുടെ രൂപത്തിൽ അവരുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഈ അധിനിവേശ ശക്തികളെ UK തിരിച്ചറിഞ്ഞതിന്റെ പ്രതിഫലനമാണോ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ, ഈ പതാകകളൊക്കെ? ജോർജ്, UK ഇപ്പോൾ ഒരു അപൂർവമായ ഒരു കാഴ്ചകൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജോർജ് സൂചിപ്പിച്ചതുപോലെ ബർമിംഗ്ഹാമിലും ഈ ലണ്ടനിലെ ചില തെരുവുകളിലും അവിടെ ഇത്രയും നാൾ കണ്ടിരുന്നത് UK എന്ന് പറഞ്ഞ രാജ്യത്തേക്കാൾ ഉപരി അവിടെ പറന്നു നടന്നിരുന്നത് പാലസ്തീന്റെ പതാകകളായിരുന്നു. അതായത് ഹമാസ് അനുകൂലികളുടെ ഒരു കൂത്തരങ്ങ്, അല്ലെങ്കിൽ ഈ ലോകത്ത് വെച്ചിട്ട് ഹമാസ് അനുകൂല പ്രകടനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UK ആ UK തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലണ്ടനും ബർമിംഗ്ഹാമും. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് മുസ്ലിം ജനസംഖ്യ. ബർമിംഗ്ഹാമിലൊക്കെ ഒരു 30% മേലെ മുസ്ലിം ഭൂരിപക്ഷം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഭൂരിഭാഗം ഇല്ലീഗൽ മൈഗ്രൻസും അടിഞ്ഞുകൂടുന്നതും ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇത്രയും നാൾ അവർ കണ്ടുകൊണ്ടിരുന്നത് ഈ പാലസ്തീൻ പ്രതിഷേധം, ഹമാസിന്റെ പേരിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു. ഇപ്പോൾ കാണുന്നത് കാര്യങ്ങളെല്ലാം ട്വിസ്റ്റ് ആയിരിക്കുകയാണ്.
ഇപ്പോൾ അവിടെ പ്രധാനമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സെന്റ് ജോർജ് ഫ്ലാഗ്, അതായത് ബ്രിട്ടന്റെ ഫ്ലാഗ് ആണ് കാണുന്നത്. UK യൂണിയൻ ജാക്കും പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. ശരിക്കും ബ്രിട്ടനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് അവർ ഈ ദേശീയ പതാകകൾ അവർ ഉയർത്താറുള്ളത്. വളരെ അപൂർവമാണത്. എന്തെങ്കിലും സ്പോർട്സ് ഇവന്റ് ഒക്കെ വരുമ്പോഴൊക്കെയാണ് ഈ പതാക കാണുന്നത്. പക്ഷെ ഇന്ന് ബ്രിട്ടന്റെ തെരുവുകൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബർമിംഗ്ഹാമിലൊക്കെ ഈ റൗണ്ട് അബൌട്ടിൽ പോലും അവര് ഈ കുരിശ്, ചുവന്ന കുരിശ് മാർക്ക് ചെയ്യാണ്. ചുവന്ന കുരിശ് എല്ലായിടത്തും ചുവന്ന കുരിശ്. നമുക്കറിയാം റെഡ് ക്രോസിന്റെ ചിഹ്നവും ചുവന്ന കുരിശാണ്. ഈ ചുവന്ന കുരിശിനോട് ഏറ്റവും കൂടുതൽ എതിർപ്പ് കാണിച്ചത് ആരാണെന്ന് അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു പിന്നീട് ഈ റെഡ് ക്രോസ്. ലോകത്ത് എവിടെയും കടന്നു ചെല്ലാവുന്ന റെഡ് ക്രോസിന് പോലും ചില രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേര് തന്നെ മാറ്റി അവർ റെഡ് ക്രസന്റ് എന്നുള്ള പേരിലേക്ക് മാറേണ്ടി വന്നത്. അതുപോലെ തന്നെ ഈ കുരിശുദ്ധങ്ങളുടെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചിരുന്നത് ഈ റെഡ് ക്രോസ് തന്നെയാണ്. അത് ഓരോ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ ഇതുപോലെയുള്ള ക്രോസുകൾ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്തമായത് റെഡ് ക്രോസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ളവർക്കെല്ലാം ഈ റെഡ് ക്രോസിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു എതിർപ്പുണ്ട്. അപ്പോൾ ഈ റെഡ് ക്രോസ് ആണ് ഇന്ന് ബ്രിട്ടന്റെ തെരുവുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഇത് കണ്ടതോടുകൂടി തന്നെ, ശരിക്കും ബർമിംഗ്ഹാമിലൊക്കെ ഇത് കണ്ടതോടുകൂടി തന്നെ ഇത് അഴിച്ചു മാറ്റുന്ന പ്രവണതകളും തുടങ്ങി. അവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾ പോലും ഇത് അഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ജനം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്രയും നാള് ഇവിടെ പാലസ്തീന്റെ പതാക, ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് തൊട്ട് എല്ലായിടത്തും ഈ പാലസ്തീൻ പതാക പാറി പാറി കളിച്ചിരുന്നു. ഈ പാലസ്തീൻ പതാകയുമായിട്ടായിരുന്നു എല്ലായിടത്തും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് ആ പതാകമേൽ തൊടാതിരുന്നവര് ഇന്ന് ഈ പതാകമേൽ തൊടുന്നത്, അതും സ്വന്തം രാജ്യത്തിന്റെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന സ്വന്തം പതാകയെ തൊടുന്നത് അവര് ചോദ്യം ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ ഈ പ്രതിഷേധങ്ങൾ, ഇതും വലിയൊരു പ്രതിഷേധങ്ങളാണ്. ഇവര് വളരെ സമാധാനപരമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ പ്രതിഷേധങ്ങളുമേ കൈവെക്കാനും ഇപ്പോൾ അവർക്ക് പറ്റില്ല. കാരണം ഹമാസിന് വേണ്ടിയിട്ട്, ഹമാസ് അനുകൂലികള് ബ്രിട്ടന്റെ തെരുവുകളിൽ അഴിഞ്ഞാടിയപ്പോൾ കൈയും കെട്ടി നോക്കുന്നവരാണ് ഇവര്. അപ്പോൾ ജനം കാര്യങ്ങൾ മനസ്സിലാക്കി അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ്, പ്രത്യേകിച്ച് അഭയാർത്ഥികളുടെ രൂപത്തിൽ വന്നിരിക്കുന്നവര്, അവരുടെ ലക്ഷ്യങ്ങള്, അവരുടെ പ്രവൃത്തികള്, അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. കാരണം ഈ ബ്രിട്ടന് ഒരുപാട് പേര്, ഈ പ്രത്യേകിച്ച് യൂറോപ്പിലെല്ലാം ഒരുപാട് പേര് സതുപദേശങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഇവരെ കയറ്റരുത്, ഇവരെ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം വേറെയാണ്, ഇവരുടെ അജണ്ട വേറെയാണ്. പറഞ്ഞു കേട്ടില്ല, എല്ലാവരും കയറിയിട്ട് സ്വീകരിച്ചു. അവിടെയുള്ള നാട്ടുകാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുത്തു. ഇവര് ഹോട്ടലുകളിലായി താമസം, ഇവർക്ക് വേണ്ടിയുള്ള പ്രോസസ്സിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ പ്രത്യേക വിങ്ങുകൾ, കാര്യങ്ങൾ. ഇവരിങ്ങനെ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റി ഇവര് വളർന്ന് പന്തലിച്ചു. അവിടെ നിന്നില്ല കാര്യങ്ങൾ, അവിടെ നിന്നില്ല. പ്രത്യേകിച്ച് ഇതിനെല്ലാം തുടക്കമിട്ടത് പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. ഗ്രൂമിംഗ് ഗാങ്സ് എന്നുള്ള പേരിൽ ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലവ് ജിഹാദിനേക്കാളും അതിപ്രാകൃതമായ രീതിയിൽ അവിടുത്തെ വെള്ളക്കാരി പെൺകുട്ടികളെ പിച്ചി ചീന്തി ഒരു വിധത്തിലാക്കി. എന്നിട്ടും അത്തരം പ്രവൃത്തികൾ ചെയ്തവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഒരു അവസ്ഥ. അവർ പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം, ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും തെറ്റാന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഞങ്ങളുടെ നാട്ടിലെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു പെൺകുട്ടി ഒരു സാധാരണ വസ്ത്രം, UK അവർ ധരിക്കുന്ന ഒരു സാധാരണ വസ്ത്രം ധരിച്ചാൽ പോലും ഇവർക്ക് തോന്നുന്നത് അവൾ ഞങ്ങളോട് പിടിപ്പിച്ചോളൂ എന്ന് പറയാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് മുടി കെട്ടി പൊതിഞ്ഞ് കിടക്കുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളും മോശക്കാരാണെന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവരോട് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളാണ് അവർ വന്ന രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വന്നവരൊക്കെ അവർ പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഹമാസിന് വേണ്ടിയിട്ടുള്ള അവിടെ നടത്തിക്കൂട്ടിയ എല്ലാ അതിക്രമങ്ങളും, അതേപോലെയുള്ള മറ്റ് ലൈംഗിക അതിക്രമങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം കണ്ട്, ഇതെല്ലാം അനുഭവിച്ച് പൊറുതിമുട്ടിയിട്ടാണ് ബ്രിട്ടൻ ഇന്ന് ഫാർ റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇത് ബ്രിട്ടന്റെ മാത്രം അവസ്ഥയല്ല, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും അവർ 2011 മുതലേ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പരിശുദ്ധ ബൈബിളില് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ധൂർത്തപുത്രന് സുബോധം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ധൂർത്തപുത്രന് സുബോധം ഉണ്ടായപ്പോൾ അവൻ തിരിച്ചു വന്നു. അവൻ ചിന്തിക്കുകയാണ്, എന്റെ നാട്ടിലെ, ഞാൻ ജീവിച്ചിരുന്ന നാട്ടിലെ ഇതാണ് ബ്രിട്ടന്റെ അവസ്ഥ. അവർ താമസിക്കുന്ന സ്ഥലത്തെ പരദേശികളിലും കഷ്ടത്തിലാണ്. കാരണം അനധികൃതമായി കയറി വന്നവരുടെ അവരുടെ സംസ്കാരം നശിപ്പിച്ചു. അവരുടെ സംസ്കാരം ശരിയില്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ സംസ്കാരത്തിന് ബ്രിട്ടന്റെ സംസ്കാരം ചേർന്ന് പോകുന്നില്ല, അതുകൊണ്ടാണ് അവർ ഇത്രയും അക്രമങ്ങൾ കാണിക്കുന്നത്. ഈ സംസ്കാര സമരനായ അവർക്ക് വരുമ്പോഴേ അറിയാം ബ്രിട്ടന്റെയും യൂറോപ്പിന്റെയും സംസ്കാരം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വന്നത്. അവരുടെ സംസ്കാരം ഒരു സ്ഥലത്തേക്ക് തങ്ങി നിൽക്കാതെ അവർ ഇവിടേക്ക് വന്നു. അത് കഴിഞ്ഞ് അവരിപ്പോ പറയുന്നത് ബ്രിട്ടന്റെ സംസ്കാരം മോശമാണ്, യൂറോപ്പിന്റെ സംസ്കാരം മോശമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബ്രിട്ടന് സുബോധം വെച്ചു. പക്ഷെ ഇനി തിരിച്ചു നടക്കുന്നത് എങ്ങോട്ടേക്കാണ്? പിതാവിന്റെ അടുക്കിലേക്കാണോ? അവരുടെ നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവതയിലേക്കാണോ? ആ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും സംശയമുള്ളത്. ആ തിരിച്ചുവരവ് ഒരു പക്ഷേ വഴിതെറ്റി കഴിഞ്ഞാൽ ബ്രിട്ടൻ അതിലും മോശമായ ഒരു അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് ചില ഫാർ റൈറ്റുകൾ, അവർക്ക് ക്രിസ്തീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പലപ്പോഴും അവർ ക്രിസ്തീയ വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ക്രിസ്തീയതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരുണ്ട്. അപ്പോൾ ഈ തിരിച്ചു നടക്കുന്ന ഈ ബ്രിട്ടൻ, പ്രത്യേകിച്ച് ബ്രിട്ടന്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ 50% താഴേക്ക് ക്രിസ്തീയ വിശ്വാസം വന്നിരിക്കുകയാണ്. വെറും 1.5% പള്ളികളിലേക്ക് കടന്നു വരുന്നവർ. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ബ്രിട്ടനുള്ള ഒരു അവസാന കച്ചിത്തുരുമ്പാണ് ഇപ്പോൾ നടക്കുന്നത്. തീവ്ര ദേശീയതയെന്ന് നമുക്കിതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും അവർ ചെയ്യുന്നത് അവരുടെ ദേശീയതയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ്. ബ്രിട്ടൻ അവരുടെ സ്വത്വം തിരിച്ചറിഞ്ഞ് തിരിച്ചു നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വലിയൊരു രീതിയിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതാ ബ്രിട്ടനിൽ കുരിശുയുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. ഇത് ആരാണ് കുരിശിനെ വെറുക്കുന്നവര്, ആരാണ് കുരിശിനെ ഭയപ്പെടുന്നവര്? അവർ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങളാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ കുരിശുയുദ്ധക്കാരനാണ് യൂറോപ്പിനെ മൊത്തത്തിൽ വിളിച്ചിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ് ക്രൂസേഡേഴ്സ് ആണ്. അപ്പോൾ ബ്രിട്ടനിൽ ചുവന്ന കുരിശുമായിട്ട് അവർ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. അവർ അവരുടെ സ്വത്വം പിടിച്ചെടുക്കാൻ ഇറങ്ങുകയാണ്. അവരെ കുരിശുയുദ്ധക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ കുരിശുയുദ്ധക്കാർ എന്ന് വിളിച്ച് അവരെ ഭയപ്പെടുന്നവര് ഇപ്പോൾ പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവർ ഭയപ്പെടുന്ന ചുവന്ന കുരിശുമായിട്ടുള്ള കുരിശുയുദ്ധക്കാര് രംഗത്തിറങ്ങി കഴിഞ്ഞു. ഇനി ഇതിന്റെ അന്ത്യം എന്തായിരിക്കുമെന്നാണ് നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ ഇത് നടക്കുന്നത് പ്രത്യേകിച്ച് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കാം. നാജിൽ ഫറാജ് ഒക്കെ പറഞ്ഞതുപോലെയാണെങ്കിൽ 6 ലക്ഷം പേരെ, 6 ലക്ഷം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അദ്ദേഹം നാട് കടത്തുമെന്നാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി റിഫോം യുകെ തന്നെയായിരിക്കും അടുത്ത ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള പാർട്ടി. അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ലീഗൽ ഇമിഗ്രൻസിൽ മാത്രം നിൽക്കുമോ, തീവ്ര ദേശീയത കടന്നു വന്ന് അവസാനം അത് അവിടെയുള്ള മലയാളികളെ പോലും, അവിടെയുള്ള നിയമപരമായും മാന്യമായും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു വിദേശികളെ പോലും അത് ബാധിക്കുമെന്നുള്ളതും കണ്ടറിയണം. കറക്റ്റാണ്. ഞാനത് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലേക്ക് വന്നത്, ഈ അനധികൃതമായിട്ട് കുടിയേറി വന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ ചുവന്ന കുരിശിന് അത്ര ഭയമാണെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോട്ടെ, അല്ലേ? അതിനുള്ള വെറുതെ ഭയപ്പെട്ട് തന്നെയാണ് വെറുതെ UK നിൽക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. ഒരു കാര്യം കൂടി പറയുകയാണ്, ഈ ഒരു വിഷയത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു കൈകാര്യം ചെയ്യുന്നത് എന്നൊരു കാര്യം. കാരണം നമ്മൾ ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ചില കണക്കുകളൊക്കെ പറയുന്നത് 25 ലക്ഷത്തിലധികം പതാകകളും ഇത്തരത്തിലുള്ള യൂണിയൻ ജാക്കിന്റെ സ്റ്റിക്കർ, സെന്റ് ക്രോസിന്റെ ഒക്കെ പതാകകളൊക്കെയാണ് ബ്രിട്ടനിലെയും UK വിവിധ മേഖലയുടെ തെരുവുകളിൽ പറന്നുകൊണ്ടിരിക്കുന്നത്. BBC ഒരു റിപ്പോർട്ടുണ്ട്, ഒരു ബർമിംഗ്ഹാമിൽ ഒരു വ്യക്തി തന്നെ ഏകദേശം 400ഓളം ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പതാകകൾ പതിപ്പിച്ചത്. പക്ഷേ സെക്കുലർ സോക്കോൾഡ് സെക്കുലർ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തോട് അത്ര ഒരു ആവേശകരമായിട്ടുള്ള മനോഭാവമല്ല. പക്ഷേ ഹമാസ് അനുകൂല പ്രകടനത്തോട്, പാലസ്തീൻ അനുകൂല പ്രകടനത്തോട് ഭയങ്കര വലിയ രീതിയിൽ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന വലിയ മാധ്യമ ഭീമന്മാരൊന്നും ഇതിനെ കണ്ണടക്കുകയാണ്, അല്ലെങ്കിൽ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് പല സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ ജോണിലേക്ക് വരുമ്പോൾ അരുൺ അവസാനിപ്പിച്ച് നിർത്തിയത് ഈ കുരിശുയുദ്ധമാണ്. നമുക്കതുകൊണ്ട് എനിക്ക് കുരിശുയുദ്ധത്തിലേക്ക് ഒന്ന് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് ബ്രിട്ടനിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു കുരിശുയുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമായി വിലയിരുത്തപ്പെടുന്നത്? എന്തുകൊണ്ട് കുരിശ് ഈ ഒരു പോരാട്ടത്തിന്റെ ഒരു ചിഹ്നമായി മാറുന്നു? നമ്മൾ ചരിത്രത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കും. ഇതിന് 3 കാര്യങ്ങളാണ് ഇന്നിവിടെ ഈ ചർച്ചയിൽ ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ കുരിശുയുദ്ധത്തിന്റെ ഒരു ചെറിയൊരു, വളരെ ബ്രീഫായിട്ടൊരു ബ്രീഫായിട്ടുള്ളൊരു ചെറിയൊരു ഹിസ്റ്ററി ഇതിനെ പറ്റി. അത് ഇന്നത്തെ ലോകത്തിലെ, പ്രത്യേകിച്ച് ബ്രിട്ടന്റെ കാര്യത്തിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും എത്രത്തോളം അതിന്റെ സ്വാധീനം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഞാൻ ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് കുരിശ് എന്നത് ക്രൈസ്തവർക്ക് മഹത്വത്തിന്റെ ചിഹ്നമാണ്. അപ്പോൾ പലർക്കും, ഈ മറ്റു വിജാതീയരായ ആൾക്കാർക്ക്, അല്ലെങ്കിൽ മറ്റു മതങ്ങളിലുള്ള ആൾക്കാർക്ക്, നിരീശ്വരവാദികൾക്കൊക്കെ ഈ പറയുന്ന ഈ കുരിശിലാണ്, പലരും പറയുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിന്റെ കുരിശിലാണ് തറച്ചത്. അപ്പൊ എങ്ങനെയാണ് കുരിശ് എങ്ങനെ മഹത്വത്തിന്റെ ചിഹ്നമാകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അല്ല, കുരിശ് മഹത്വത്തിന്റെ ചിഹ്നമാകുന്നത് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട് ആ കുരിശു വഴി ആണ് ലോകത്തെ വീണ്ടെടുത്തത്. അപ്പോൾ ഇത് മഹത്വത്തിന്റെ ചിഹ്നമാണ്. ക്രൈസ്തവർക്ക് ഇത് മഹത്വത്തിന്റെ ചിഹ്നമാണ്, മറ്റുള്ളവർക്ക് ചിഹ്നം അല്ലെങ്കിലും. അപ്പൊ ആ കുരിശ് എടുത്തു പിടിക്കുമ്പോൾ ആ ക്രൈസ്തവന്റെ യഥാർത്ഥ സാരൂപ്യമാണ് ഈ ഇവിടെ മറ്റു മതസ്ഥർക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ എടുത്തു കാട്ടുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പല യുവതിവാക്കൾക്കും അല്ലെങ്കിൽ പ്രായമാർക്കും മറ്റുള്ളവർക്കൊക്കെ ഈ ക്രൈസ്തവരായവർക്ക് തന്നെ തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തൊരു കാലഘട്ടം. അതായത് മറ്റു മതസ്ഥർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെട്ട് പബ്ലിക്കായിട്ട് ഒരു കോസിലില്ലാതെ പോകുമ്പോൾ നമ്മുടെ ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു കുരിശ് പോലും പുറത്ത് ഇടാൻ, അല്ലെങ്കിൽ ബൈബിൾ പിടിക്കുന്ന നാണക്കേടാകാൻ, അല്ലെങ്കിൽ അതിൻ്റെതായ മറ്റു വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന ഒരു നാണക്കേടെന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഭയം എന്ന പോലെയാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഈ കുരിശിന്റെ പ്രാധാന്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആ ചരിത്രത്തിലേക്ക് വരുവാണ്. നമുക്കറിയാം, ഈ പറയുന്ന കുരിശുയുദ്ധത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഇതിന് ഏകദേശം ഒരു 3 നൂറ്റാണ്ട്, റഫ്ലി അറൗണ്ട് 3 നൂറ്റാണ്ടിന്റെ ഒരു ചരിത്രമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കുരിശുയുദ്ധം വരാൻ കാരണം എന്നും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കുരിശുയുദ്ധത്തിന് തൊട്ടു മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു അറൗണ്ട് ഒരു 4 പതിറ്റാണ്ടിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഈ കുരിശുയുദ്ധത്തിലേക്ക് നയിച്ചത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലാണത്. അതായത് നമുക്കറിയാം, ക്രൈസ്തവരുടെ ഉണ്ടായിരുന്ന വലിയൊരു പിളർപ്പ്, ദ ഗ്രേറ്റ് ഷിസം, അതാണ് നമ്മുടെ വലിയൊരു ചരിത്രകാരനുണ്ട്. ആ ചരിത്രകാരന്റെ പേരാണ് വിൽ ഡ്യൂറന്റ് എന്ന് പറഞ്ഞത്. ഭയങ്കര ഫേമസ് ആയ ചരിത്രകാരനാണ്. അപ്പൊ ആ ചരിത്രകാരന്റെ ഒരു നിരീക്ഷണമാണ്, അതായത് സിവിലൈസേഷൻ നോട്ട് കോൺകേർഡ് ഫ്രം വിത്തൗട്ട് അൺടിൽ ഇറ്റ് ഹാസ് ഡിസ്ട്രോയിഡ് ഫ്രം വിത്തിൻ. അതായത് ഒരു വലിയൊരു സംസ്കാരം തകർന്നത് പുറന്നുള്ള ശക്തി ഒന്ന് അടിച്ചു കയറിയിട്ടല്ല, ഉള്ളിൽ അതിന് തകർച്ച ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ആ സംസ്കാരം തകർന്നു പോകുന്നത്. അപ്പോൾ ഈ കുരിശുയുദ്ധത്തിന് മുന്നോടിയായിട്ട് ക്രൈസ്തവർക്ക് ആദ്യം സംഭവിച്ചത് ഈ പിളർപ്പാണ്. 11-ാം നൂറ്റാണ്ടില് 1056 കാലഘട്ടത്തിൽ ഉണ്ടായ വലിയൊരു പിളർപ്പ്. അതായത് ഈസ്റ്റേൺ ബൈസന്റൈൻ സാമ്രാജ്യം അതുപോലെ വെസ്റ്റേൺ സാമ്രാജ്യം തമ്മിൽ രണ്ടായിട്ട് പിളർന്നു പോയി.
അപ്പോൾ ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി എന്ന രീതിയിലും വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി അതോടുകൂടി ഒരുപക്ഷെ ക്രൈസ്തവരുടെ ശക്തി, അതായത് ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞ പോലെ ആ ശക്തി അങ്ങോട്ട് കുറഞ്ഞു പോയി. പിന്നീടാണ് 1095 ഏകദേശം ഞാൻ റഫ്ലി അറൗണ്ട് 3 തൊട്ട് 4 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഈ പറയുന്ന ഈ തുർക്കിഷ് പട അതുപോലെയുള്ള ഇസ്ലാം അധിനിവേശങ്ങൾ ഈ ജെറുസലേം ഉൾപ്പെടെയുള്ള മറ്റു പല സ്ഥലങ്ങളും അധിനിവേശം ചെയ്യുന്നത്. അപ്പോൾ ഈ അധിനിവേശത്തിൽ എന്തുകൊണ്ടാണ് ഈ കുരിശുരത്തിന് ആ കാലത്ത് ഉറുപ്പൻ 2-ാം മാർപ്പാപ്പയാണ് കുരിശുരത്തിന് ആഹ്വാനം ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്? ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിഫെൻസ് ഹോളി പ്ലേസസ്. അതായത് ക്രൈസ്തവർക്ക് പുണ്യഭൂമി, അതായത് യേശുക്രിസ്തു ഈ ജെറുസലേമിന്റെ മണ്ണിൽ ആണ്, അവിടെയാണ് ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചത്. അത് ക്രൈസ്തവർക്ക് വിലപ്പെട്ട സ്ഥലമാണ്. ജെറുസലേമിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്. അതായത് നിങ്ങൾ ജെറുസലേമിൽ നിന്ന് ലോകം എങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുന്നത് പറഞ്ഞതിന്റെ ആഹ്വാനം അനുസരിച്ച് ജെറുസലേമിലാണ് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്. അതും യഹൂദരായ ആൾക്കാരായിരുന്നു ക്രിസ്ത്യാനിറ്റിയിൽ ആദ്യത്തെ ആളുകളായിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രത്തോളം വിലപ്പെട്ട സ്ഥലമാണ് ക്രിസ്ത്യാനികൾക്ക്. അപ്പോൾ ആ സ്ഥലം വേറൊരു ആൾക്കാർ, അതായത് യാതൊരു ബന്ധമില്ല, അതേസമയം എന്തൊക്കെയോ പേരിൽ ക്ലെയിം ചെയ്തു വരുന്ന ആൾക്കാർ വളഞ്ഞ് ക്രിസ്ത്യാനികൾക്കുള്ള അല്ലെങ്കിൽ മറ്റ് യഹൂദർക്കുള്ള ആക്സസ്, അവർക്കുള്ളൊരു വഴി എല്ലാം തടഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഡിഫെൻഡ് ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? തീർച്ചയായിട്ടും അത് നീതി ന്യായത്തിന്റെ പക്ഷത്താണെങ്കിൽ ക്രൈസ്തവരുടെ കടമയായിരുന്നു. ഒന്നാമത്തെ ഭാഗം അതാണ്. രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത് ഈ ബൈസന്റൈൻ എംപയർ. അതായത് നമുക്കറിയാം ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി പിളർപ്പുണ്ടായി നമ്മൾ പറയുന്നു. പിളർപ്പുണ്ടായതിനു ശേഷം അത് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ആയിട്ട് മാറുന്നു, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഓർത്തഡോക്സ് പോപ്പിന്റെ കീഴിലല്ല. പക്ഷേ ഈ പറയുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, ഈ പറയുന്ന ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി പോപ്പിനോട്, അതായത് ആ കാലത്ത് മാർപ്പാപ്പയോട് ഈ തുർക്കിഷുകളുടെ അല്ലെങ്കിൽ ഇസ്ലാം അധിനിവേശത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് കുരിശുയുദ്ധം നടത്തിയത്. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നതാണ് ഇതൊരു റിലീജിയസ് ഡ്യൂട്ടി ആയിട്ട്, അതായത് നമ്മുടെ ക്രൈസ്തവരുടെ ഐഡന്റിറ്റി സാരൂപ്യം സംരക്ഷിക്കേണ്ടത് ആരാണ്? മറ്റു മതസ്ഥരല്ല, നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. ഇനി നാലാമത്തെ ഒരു കാര്യം പറയാണ്, ഈ യൂറോപ്പ് ഗാവോൾ, അതുപോലെ തന്നെ ജർമ്മനി അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ആദ്യം ക്രിസ്ത്യാനിറ്റി ഉള്ള സ്ഥലങ്ങളായിരുന്നു. ആദ്യം പാഗൻസ് ആയിരുന്നു. പിന്നീടാണ് അവിടെ കൺവേർഷൻ നടന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് കൺവേർഷൻ എന്നുള്ള വാക്കാണ്. സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റി പറയുന്ന ക്രൈസ്തവർ എല്ലാവരും കൊണ്ട് മതം മാറ്റും എന്നുള്ള യൂസേജ് ആണ് ഉപയോഗിക്കുന്നത്. മതം മാറ്റുക എന്നുള്ള വാക്കിന് പ്രോസ്ലിറ്റൈസേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വശീകരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ആയുധങ്ങൾ കൊണ്ട് കീഴടക്കുക, അതല്ലെങ്കിൽ ഈ മറ്റു പല കാര്യങ്ങൾ ഭ്രഷ്ട് കൽപ്പിക്കുക. അങ്ങനെയൊക്കെ ആൾക്കാർ പല മതങ്ങളും മതം മാറ്റിയിട്ടുണ്ട്. അത് ചരിത്രത്തിലുള്ളതാണ്. അതുകൊണ്ട് പ്രോസ്ലിറ്റൈസേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുക. പക്ഷെ ആ വാക്കല്ല ഉപയോഗിക്കുന്നത്, കൺവേർഷൻ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കൺവേർഷൻ എന്താണ്? ഒരാൾക്ക് ഈ വിശ്വാസം സത്യമാണെന്ന് യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു വരുന്ന ഒരു നിലപാടിനെ പറയുന്ന പേരാണ് കൺവേർഷൻ. അതൊരു കൺവിക്ഷന്റെ പുറത്തുള്ള ഭാഗമാണ്, അല്ലാതെ എന്തെങ്കിലും കാശ് കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ അങ്ങനെ ആ കൺവിക്ഷന്റെ പുറത്ത്, യഥാർത്ഥമായ വിശ്വാസത്തിന്റെ പുറത്ത് വന്ന ആൾക്കാരാണ് ആ കാലത്ത് ക്രൈസ്തവരിൽ ഉണ്ടായിരുന്നത്. അല്ലാതെ ഈ ആയുധങ്ങൾ കൊണ്ട് കീഴടക്കി ഈ പറയുന്ന ആൾക്കാരുടെ തല വെട്ടിയിട്ട് ഇന്ന വിശ്വാസം ചേർന്നില്ല നിങ്ങൾ കപ്പം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ വിശ്വാസത്തിൽ വന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ പറയുന്ന വിശ്വാസത്തിലുള്ള ആൾക്കാർ മൊത്തം ഒരുമിപ്പിക്കുക എന്നതുകൂടിയാണ് ഈ പറയുന്ന കുരിശുയുദ്ധത്തിന്റെ പ്രധാനമായിട്ട് ആ റീജൻസിനെ മൊത്തം ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് കുരിശുയുദ്ധത്തിന്റെ പ്രധാനമായിട്ട് ഈ നാലാമത്തെ ഒരു കാര്യം. അപ്പൊ ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുരിശുയുദ്ധം ചെയ്തിരുന്നത്. അങ്ങനെ നമുക്കറിയാം ഈ കുരിശുയുദ്ധത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ 1-2 യുദ്ധം മാത്രമാണ് 1095, അതായത് 11th സെഞ്ചുറിയിലെ ഒരു 1-2 യുദ്ധങ്ങൾ മാത്രമാണ് നമുക്ക് ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സക്സസ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെയുള്ള യുദ്ധങ്ങളൊന്നും സക്സസ് ആയിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ഈ പറയുന്ന കാലത്തെ ക്രിസ്ത്യാനിറ്റി മാർപ്പാപ്പ വഴി, ഉർബൻ 2-ാം മാർപ്പാപ്പ വഴി എന്താണ് ആഗ്രഹിച്ചത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നു കിട്ടിയെന്നുള്ളതാണ് ചരിത്രത്തിൽ പിന്നീട് നമുക്കറിയാം. നമുക്ക് ജെറുസലേമിന്റെ കാര്യം എടുത്താൽ എനിക്കറിയാം, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം എടുത്താൽ നമുക്കറിയാം എങ്ങനെയാണ് അവിടെ ഈ കുരിശുയുദ്ധത്തിലൂടെ പാസീവായിട്ടെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും അവിടെ ക്രിസ്ത്യാനിറ്റി ക്രൈസ്തവ സാരൂപ്യം നിലനിർത്തി പോകുന്ന നമുക്കറിയാം. ഇനി ഇതിന്റെ ഒരു പശ്ചാത്തലം ഇന്നത്തെ കാലഘട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ ഇപ്പോൾ ഒരു കുരിശുയുദ്ധത്തിന്റെ ആവശ്യകത വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ആ പഴയ ചരിത്രത്തിൽ അവലോകനം ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ചരിത്രത്തിൽ ഉണ്ടായിരുന്ന അതേ പിളർപ്പുകൾ ഇന്നത്തെ കാലഘട്ടത്തിലെ UK ബ്രിട്ടനിൽ ഉണ്ടായെന്നുള്ളതാണ്. നമുക്കറിയാം ഈ പറയുന്ന ആംഗ്ലിക്കൻ സഭ അല്ലെങ്കിൽ നമ്മുടെ ഹെൻറി 8-ാമന്റെ കാലഘട്ടം തൊട്ട് കത്തോലിക്ക സഭയും ഹെൻറി 8-ാമനും തമ്മിൽ അല്ലെങ്കിൽ പിരിയുകയും ഹെൻറി 8-ാമൻ സ്വന്തം സഭ സ്ഥാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് ആംഗ്ലിക്കൻ ക്രിസ്ത്യാനിറ്റി ഈ പറയുന്ന യൂറോപ്പിന്റെ മണ്ണിൽ തഴച്ചു വളരുകയും അത് ഈ പറയുന്ന പല ധാർമ്മിക മൂല്യങ്ങൾക്ക് പലവരുടെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് അതിങ്ങനെ വളരുകയും ചെയ്തു. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പിളർപ്പ്
ഈ ക്രൈസ്തവർക്കിടയിൽ പിന്നെയുണ്ടായി. ആ പിളർപ്പ് എന്ത് സംഭവിച്ചു? ക്രൈസ്തവർ തമ്മിലുള്ള ഈ പറയുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ബലക്ഷയം സംഭവിക്കുകയാണ്. സെക്യുലറിസം അവിടെ കടന്നു വരികയാണ്. അത് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതയല്ല, മതനിരാസം വളർന്നു വരികയാണ്. അങ്ങനെ നിരാസത്തിന്റെ ചൂട് പിടിച്ചിട്ട് വേറൊരു സംസ്കാരം അതിലേക്ക് കടന്നു വരികയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു സംസ്കാരം. എന്നിട്ട് ആ സംസ്കാരം കടന്നു വരിക മാത്രമല്ല, അത് സാവധാനം മറ്റ് പല മേഖലകളിലും ഒട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച് വളർന്ന് അതൊരു സാവധാനം ഒരു സാമ്രാജ്യ ശക്തിയായിട്ട് തന്നെ വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് അത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സിവിലൈസേഷൻ ഒരു കോൺകർ ചെയ്യപ്പെടുന്നത് പുറമേ നിന്നുള്ളൊരു ശക്തിക്ക് പെട്ടെന്ന് കോൺകർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സ്വയം നശിക്കുകയാണെങ്കിൽ മാത്രമാണ് ഒരു ശക്തിക്ക് അധിനിവേശം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ബ്രിട്ടന്റെ പതനം അവിടെ വന്നിരിക്കുന്നത്. മിസ്റ്റർ അരുൺ പറഞ്ഞതുപോലെ അവിടെ പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി ഏകദേശം 1-3% മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ എന്തുകൊണ്ട് ബ്രിട്ടനിൽ ഈ പറയുന്ന മറ്റു മതങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു തീവ്രവാദ ഇസം അവിടെ കയറി വന്ന് അവരുടെ ആ നാട് പിടിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂ. അതിന്റെ ഒരു തകർച്ചയ്ക്ക് കാരണം ഇതാണ്. അപ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് വേണ്ടി അമ്പും വില്ലും എടുത്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആണവായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കുരിശുദ്ധമല്ല വേണ്ടത്. പക്ഷെ കുരിശിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് വേണ്ടത്. അതായത് കുരിശാണ് നമ്മുടെ രക്ഷ. പൗലോസ്ലീഹ കൊരിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ കുരിശിന്റെ മഹത്വത്തെ ഊന്നി പിടിച്ചിട്ട് കുരിശിൽ ആശ്രയിക്കുക, യേശുക്രിസ്തുവിന്റെ കുരിശിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന സാമ്രാജ്യ ശക്തികളെ നിരായുധീകരിക്കുവാനും ആ ശക്തികളെ അവിടെ നിന്ന് തകിടം മറിച്ച് എടുക്കുവാനും സാധിക്കുള്ളൂ. UK ജനങ്ങൾക്ക് ഒരു സ്വത്വബോധം, ഒരു സാരൂപ്യം വന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഐക്യം വന്നു എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആശ്വസിക്കാം ക്രൈസ്തവർ എന്ന രീതിയിൽ. പക്ഷെ ഒരുപക്ഷെ തീവ്ര ഫാർ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷെ വരുമ്പോൾ അത് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന, മിസ്റ്റർ അരുൺ പറഞ്ഞ പോലെ അവിടെ തന്നെ വർഷങ്ങളായിട്ട് കുടിയേറി ലീഗലായിട്ട് തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക്, അത് മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒരു പക്ഷെ അത് ബുദ്ധിമുട്ടായിട്ട് മാറിയെന്ന് വരാം. നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ രാജ്യമാണ്. അവരുടെ രാജ്യം വന്നിട്ട് നമ്മൾ വേറൊരു കുടിയേറ്റക്കാർ വന്നിട്ട് ഞങ്ങളുടെ കാര്യം, അവർ വരുന്ന രാജ്യം എവിടെ നിന്നാണ്? ഈ കുടിയേറ്റക്കാർ വരുന്ന രാജ്യങ്ങൾ എവിടെയാണ്? ഞാൻ പറഞ്ഞത് ഇല്ലീഗലായിട്ട് വരുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇതുപോലെയുള്ള നശിച്ച് നാറാണം കെട്ട രാജ്യങ്ങളിൽ നിന്നാണ് ഇവർ കുടിയേറി വരുന്നത്. അവിടെ നശിപ്പിച്ചു. ഇനി ഇവിടെയും കൂടി നശിപ്പിക്കാനുള്ളൂ. എന്നിട്ട് പറയാണ് ഞങ്ങൾ സമാധാനം കൊണ്ടുവരുന്നത്. സമാധാനമല്ല, ആ രാജ്യങ്ങൾ കണ്ടറിയാം ലോകത്തിലെ ഏറ്റവും നരകങ്ങളായ രാജ്യങ്ങളാണ് ഈ പറയുന്ന രാജ്യങ്ങളെ പറ്റി. അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നരകാക്കാനാണ് ഇവരുടെ ശ്രദ്ധ കാട്ടുന്നത്. കാരണം നമുക്ക് അറിഞ്ഞൂടെ, ഈ പറയുന്ന പെമ്പിള്ളേരെ റേപ്പ് ചെയ്യുന്നു, ഈ പറയുന്ന പബ്ലിക്കായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്നു. ഇതൊക്കെ ഈ ശരിയ നിയമങ്ങൾ, അത് ഈ പറയുന്ന നിയമങ്ങൾ ഈ സാധാരണ ഈ ഗ്രാജുവൽ ആയിട്ട് ഒരു സമൂഹത്തെ എങ്ങനെ നരകമാക്കി തീർക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന് ബ്രിട്ടീഷുകാർ അതിനെ ഉണർന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാൻ മാത്രമാണ്. ഉണരാൻ വേണ്ടിയിട്ട് അവരെടുത്ത ഒരു സമയം എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വന്നത് മറ്റൊരു കാര്യം. ഒരു ലാസ്റ്റായിട്ട് 1-2 കാര്യം കൂടി പറഞ്ഞ് ഒന്ന് കൺക്ലൂഡ് ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം ജോൺ പറഞ്ഞതുപോലെ കുരിശുയുദ്ധം എന്ന് പറയുന്നത് ഒരു അധിനിവേശപരമായിട്ടുള്ള പോരാട്ടമല്ലാതെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ജനത ഇപ്പോൾ നടത്തുന്നതും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മറ്റൊരു കുരിശുയുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഇനി അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന അധിനിവേശ ശക്തികൾക്ക് വഴിയൊരുക്കി കൊടുത്തത് ഈ പറയുന്ന തദ്ദേശീയരായിട്ടുള്ള അവിടെ ബ്രിട്ടീഷുകാർ തന്നെയാണ്. കാരണം എന്ന് ഈ ബ്രിട്ടീഷ് ജനത, ഇപ്പോൾ അരുണും ജോണും പറഞ്ഞതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകലാൻ ആരംഭിച്ചു, അന്ന് ആ വിടവിൽ കൂടി ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ, അധിനിവേശ ശക്തികൾ ബ്രിട്ടനിൽ കയറി മേഞ്ഞ് അവരെ ആപ്പാടെ നശിച്ച് ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു. അതിപ്പോൾ അവർ തിരിച്ചറിഞ്ഞു എന്നത് വളരെ വലിയൊരു കാര്യം. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവർ ഈ പതാകയും പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയാൽ മാത്രം പഴയ UK തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. ഇവർ ഇറങ്ങേണ്ടത് ഇവരുടെ ദേവാലയങ്ങളിലേക്കാണ്, ഇവരുടെ പള്ളികളിലേക്കാണ്, ഇവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കാണ്. മാത്രമല്ല ഈ തെരുവിൽ അല്ലെങ്കിൽ ഈ മതിലുകളിൽ ഈ പോസ്റ്റിൽ കുരിശ് പതിപ്പിച്ചതും കൊണ്ട് മാത്രം പഴയ UK നമുക്ക് തിരിച്ചു കിട്ടിയില്ല. ഇവർ കുരിശ് പതിപ്പിക്കേണ്ടത് ജോണും മരടും പറഞ്ഞ പോലെ ഇവരുടെ ഹൃദയങ്ങളിലേക്കാണ്, അല്ലെ, ഇവരുടെ മനസ്സിലാണ്. അങ്ങനെ ശക്തമായിട്ടുള്ളൊരു ആത്മീയ ആഴങ്ങളിലേക്ക് ഇവർ തിരിച്ചിറങ്ങിയെങ്കിൽ മാത്രമേ, വിശ്വാസ പൈതൃകം തിരിച്ചു പിടിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള അവരുടെ ഒരു സത്വബോധത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക് പഴയ UK അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ആത്യന്തികമായിട്ടും ചെയ്യേണ്ടത്. ജോർജ്, ഇപ്പോൾ അവർ ഈ ഓപ്പറേഷന്റെ പേരിട്ടിരിക്കുന്നത് റേസ് ദ കളേഴ്സ് എന്നാണ്. ശരിക്കും ഈ റേസ് ദ കളേഴ്സ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് ശരിക്കും അത് ഈ കടലിലൊക്കെ ഈ ഷിപ്പുകളിൽ അവർ പതാക ഉയർത്തും. അത് ഏത് രാജ്യത്തെ പ്രതിനിധീകരിക്കാനാണ് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആ പതാക ഉയർത്തുന്നത്. അതാണ് ഈ വാക്കിന്റെ ഒരു ആരംഭമായിട്ട് വരുന്നത്. ശരിക്കും ജോർജ് സൂചിപ്പിച്ചത് പോലെ റേസ് ദ കളേഴ്സിന് പകരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റേസ് ദ ക്രോസ് ആണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഉയർത്തുന്ന അവരുടെ പതാകയാണ്, അവരുടെ രാജ്യത്തിന്റെ പതാകയാണ്. ഇപ്പോൾ ബ്രിട്ടന്റെ കേസാണെങ്കിൽ റെഡ് ക്രോസ് ആണ്. അതുപോലെ തന്നെ ജോർജ് സൂചിപ്പിച്ച യൂണിയൻ ജാക്ക് വരുമ്പോൾ ഈ റെഡ് ക്രോസ് സെന്റ് ജോർജിന്റെ, അതുപോലെ തന്നെ വൈറ്റ് ഡയഗണൽ ക്രോസ് ആണ് സ്കോട്ട്ലൻഡിന്റെ സെയിന്റ് ആൻഡ്രൂസിന്റെ ക്രോസ്. അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡിന്റെ വിശുദ്ധനായ
പാട്രൺ സെയിന്റായ സെയിന്റ് പാട്രിക്കിന്റെ റെഡ് ഡയഗണൽ ക്രോസ്, ഈ ക്രോസുകളെല്ലാം കൂടുന്നതാണ് യൂണിയൻ ജാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലാഗ് ഇവർ ഉയർത്തുമ്പോൾ ഇവർ ഉയർത്തുന്നത് ശരിക്കും കർത്താവിന്റെ കുരിശിനെയാണ്. അത് മനസ്സിലാക്കി അവർ കുരിശ് ഉയർത്തി കൊടുന്നു കഴിഞ്ഞാൽ കുരിശിന്റെ മുമ്പിൽ സാത്താന്റെ തല തകർത്ത ആ കുരിശിന്റെ മുമ്പിൽ ഇവരുടെ രാജ്യത്തിനെ ബാധിച്ചിരിക്കുന്ന തിന്മകള്, തിന്മയുടെ ശക്തികള്, അജണ്ടകൾ, തിന്മയുടെ അജണ്ടകൾ, സാത്താന്റെ പ്ലാനുകൾ അതെല്ലാം തകർന്നു വീഴും. ഈ ഒരു ബോധ്യത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ, ബ്രിട്ടൻ വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ അവരുടെ ക്രിസ്ത്യൻ അടിസ്ഥാനത്തിലേക്ക്, ക്രിസ്തു അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പൈതൃകം യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ രക്ഷപ്പെടും എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ സെക്കുലർ വേൾഡിലുള്ളവർ ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഒരു രാജ്യത്ത് ഒരു ക്രൈസ്തവ വിശ്വാസം ആഴത്തിൽ വേരുറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അവിടെ വരുന്നത് സ്നേഹമാണ്, സമാധാനമാണ്, ഐക്യമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുമയോടെ സഹോദരത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അല്ലാതെ ചില മതങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ആ മതങ്ങൾക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഒരുക്കപ്പെടുന്നത്. ക്രിസ്ത്യാനിറ്റി എവിടെയൊക്കെ താഴ്ച വളരുന്നു അതിന്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നന്മയാണ്, സമാധാനമാണ്, സ്നേഹമാണ്, ഐക്യമാണ്. അതുകൂടി എല്ലാവരും തിരിച്ചറിഞ്ഞാൽ ആ മതത്തിലുള്ളവർക്ക് പോലും ജീവിക്കാൻ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളുടെ അവസ്ഥകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. വൈകിയാണെങ്കിലും ബ്രിട്ടനിലെ ജനതയ്ക്ക്, തദ്ദേശീയരായിട്ടുള്ള ജനതയ്ക്ക് സുബോധം ഉദിച്ചിരിക്കുന്നു എന്ന സൂചനകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള ബ്രിട്ടീഷ് സംസ്കാരം അത് തിരിച്ച് പിടിക്കണമെങ്കിൽ പഴയ UK തദ്ദേശീയരായിട്ടുള്ള വെള്ളക്കാരായിട്ടുള്ള ബ്രിട്ടീഷ് ജനതയ്ക്ക് തിരികെ ലഭിക്കണമെങ്കിൽ അവർ ആത്യന്തികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുക എന്നതാണ് അവർ ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ അതിൻ്റെ ചില ഘടകങ്ങൾ മാത്രമാണ്. പക്ഷെ ആത്യന്തികമായിട്ട് അവർ ചെയ്യേണ്ടത് അവരുടെ പഴയ ആത്മീയമായിട്ടുള്ള ക്രിസ്തീയമായ ആത്മീയ പാരമ്പര്യത്തിലേക്ക് അവർ ആഴ്ന്നിറങ്ങുക എന്നൊരു കാര്യമാണ് അവർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇസ്ലാമിസ്റ്റുകൾ ഉയർത്തുന്ന ഒരു ഭീഷണി, അധിനിവേശ ശക്തികൾ ഉയർത്തുന്ന ഭീഷണി ബ്രിട്ടീഷ് ജനത തിരിച്ചറിഞ്ഞത് വളരെ നല്ല കാര്യം തന്നെയാണ്. ബ്രിട്ടനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അധിനിവേശ ശക്തികളുടെ ഇരകളായി വളരെ ദുരിതമനുഭവിക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാകട്ടെ. ക്രിസ്തീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സംസ്കാരം വീണ്ടും UK മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉടലെടുക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.